ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ചെറിയ ചെറിയ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ സാമാർ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ സാമാർ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സാമാർ ആകുന്നു അതുപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. മൈ ഫ്രണ്ട്, അവളെൻ്റെ സുഹൃത്താണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്, അവളെൻ്റെ സുഹൃത്താണ്. കാറ്റ്, അതൊരു പൂച്ചയാണ്. ഇറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളും അനിമൽസും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. ഒരു സാധനത്തിനെ പറ്റി പറയുമ്പോഴും ഒരു മൃഗത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുക കേട്ടോ. ഇറ്റ് ഈസ് എ കാറ്റ്, അതൊരു പൂച്ചയാണ്. ഈസ് ബ്ലൂ, ആകാശം നീലയാണ്. ദ സ്കൈ ഈസ് ബ്ലൂ, ആകാശം നീലയാണ്. ഈസ് അറ്റ് ഹോം, എൻ്റെ അച്ഛൻ വീട്ടിലാണ്. മൈ ഫാദർ ഈസ് അറ്റ് ഹോം, അച്ഛൻ എൻ്റെ വീട്ടിലാണ്. രസകരമാണ് എന്നിങ്ങനെ പറയാം. ദിസ് ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഈ പുസ്തകം രസകരമാണ്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഈ പുസ്തകം രസകരമാണ്. ഡെലീഷ്യസ്, ഭക്ഷണം രുചികരമാണ്. ദ ഫുഡ് ഈസ് ഡെലീഷ്യസ്, ഭക്ഷണം രുചികരമാണ്. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ രുചികരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എങ്ങനെ പറയാം? ദ ബേബി ഈസ് സ്ലീപ്പിംഗ്, കുഞ്ഞ് ഉറങ്ങുകയാണ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്, കുഞ്ഞ് ഉറങ്ങുകയാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ നല്ല സുഹൃത്താണ്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ പ്ലൂറൽ ഉപയോഗിക്കുമ്പോഴാണ് ആർ ഉപയോഗിക്കുക കേട്ടോ. എന്നെങ്ങനെ പറയാം? വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷത്തിലാണ്. വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷത്തിലാണ്. എന്നിങ്ങനെ പറയാം? ദേ ആർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണ്. ദേ ആർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണ്. ആർ പ്ലേയിങ്, ആൺകുട്ടികൾ കളിക്കുകയാണ്. ദ ബോയ്സ് ആർ പ്ലേയിങ്, ആൺകുട്ടികൾ കളിക്കുകയാണ്. സിംഗിങ്, പെൺകുട്ടികൾ പാട്ട് പാടുകയാണ്. ദ ഗേൾസ് ആർ സിംഗിങ്, പെൺകുട്ടികൾ പാട്ട് പാടുകയാണ്. മനോഹരമാണ് എന്നിങ്ങനെ പറയാം? ദീസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ഈ പൂക്കൾ മനോഹരമാണ്. ദീസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ഈ പൂക്കൾ മനോഹരമാണ്. പേരൻസ് ആർ അറ്റ് ഹോം, എൻ്റെ മാതാപിതാക്കൾ വീട്ടിലാണ്. മൈ പാരൻസ് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ. മൈ പാരൻസ് ആർ അറ്റ് ഹോം, എൻ്റെ മാതാപിതാക്കൾ വീട്ടിലാണ്. ആർ ഓൺ ദ ടേബിൾ, പുസ്തകങ്ങൾ മേശപ്പുറത്താണ്. ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ, പുസ്തകങ്ങൾ മേശപ്പുറത്താണ്. നാമം ഒഴിച്ചിട്ട് ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. ഐൻ്റെ ഒപ്പം മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഹാപ്പി, ഞാൻ സന്തോഷത്തിലാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷത്തിലാണ്. കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഐ ആം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ നിന്നാണെന്ന് എങ്ങനെ പറയാം? ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെ പറയാം? ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. എങ്ങനെ പറയാം? ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഹംഗ്രി പറഞ്ഞാൽ വിശപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ടയേർഡ്, ഞാൻ ക്ഷീണിതയാണ്. ടയേർഡ് പറഞ്ഞാൽ ക്ഷീണിത എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതയാണ്. ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ആം ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. സ്കൂളിലാണെന്നിങ്ങനെ പറയാം? ഐ ആം അറ്റ് സ്കൂൾ, ഞാൻ സ്കൂളിലാണ്. ഐ ആം അറ്റ് സ്കൂൾ, ഞാൻ സ്കൂളിലാണ്. ഞാൻ ഓഫീസിലാണെന്ന് എങ്ങനെ പറയാം? ഐ ആം അറ്റ് ഓഫീസ്, ഞാൻ ഓഫീസിലാണ്. ഐ ആം അറ്റ് ഓഫീസ്, ഞാൻ ഓഫീസിലാണ്. ഷോപ്പിലാണെന്ന് എങ്ങനെ പറയാം? ഐ ആം അറ്റ് ഷോപ്പ്, ഞാൻ ഷോപ്പിലാണ്.
എന്നിങ്ങനെ പറയാ ഐ ആം അറ്റ് സീഷോർ ഞാൻ കടൽ തീരത്താണ്. ഐ ആം അറ്റ് സീഷോർ ഞാൻ കടൽ തീരത്താണ്. സുഹൃത്താണ് എന്നിങ്ങനെ പറയാ ഐ ആം യുവർ ഫ്രണ്ട് ഞാൻ നിൻ്റെ സുഹൃത്താണ്. ഐ ആം യുവർ ഫ്രണ്ട് ഞാൻ നിൻ്റെ സുഹൃത്താണ്. ഐനോട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇറ്റ് ഇതിൻ്റെ ഒപ്പമാണ് ഈസ് ഉപയോഗിക്കുക കേട്ടോ. വി ദേ ഇതിൻ്റെ ഒപ്പമാണ് ആർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.